ആ പറഞ്ഞു എന്താ വിശേഷം പറയാൻ സുഖണ നിങ്ങളുടെ അടുത്തുള്ള അയൽവാസിയല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം ആ പുതുപ്പണക്കാരത്തി ആ മറ്റേ ആ കൊച്ചമ്മ ആ മറ്റേ ശോഭ കൊച്ചമ്മ ആ എല്ലായിടത്തും ഫോട്ടോ ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ മധുരയിലൊക്കെ എല്ലാം ചുറ്റും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോയിലില്ലേ ഇതെങ്ങനെ ഇരിക്കുന്നത് വേഗം ജയിച്ച് മന്ത്രി ആരെയും ചെയ്യും. അതിപ്പോ സ്ഥാനാർത്ഥി ആയപ്പോ തന്നെ അവർക്ക് മന്ത്രിയുടെ പവറാണ്. അവിടെ നടപ്പും പാവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിമാര് വന്നവരെ വന്നത് ഇത് ജയിച്ചങ്ങനെ കഴിഞ്ഞ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇല്ലേ ആള് വരുന്നുണ്ട് ഹലോ ചേട്ടാ നമസ്കാരം. ചേച്ചി നമസ്കാരം. അറിയാലോ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചാലും തോറ്റാലും കൈവച്ച് തല്ലാൻ പറ്റരുത്. ആ പിന്നെ നേർച്ചേച്ചി പറയുന്നത് ശരിയാണ്. ഈ കൈപ്പത്തിയുള്ള ചിഹ്നം ഈ കൈവച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് പൂ പറിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേര് വന്നപ്പോഴേക്കും പട്ടിണി അയച്ചു വിട്ടത്. അപ്പൊ പറഞ്ഞത് ശരി, അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ശരി ശരി കേട്ടാ എല്ലാരും. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം കൈപ്പത്തിയുടെ അടയാളത്തിൽ. ചേച്ചി കൈപ്പത്തിയുടെ അടയാളത്തിൽ വോട്ട് ചെയ്യണോട്ടാ. മാറി ചേച്ചിയുടെ ഒക്കെ മൈൻഡ് മാറി. ഇല്ല മൈൻഡ് നമ്മ അയൽവാസികളല്ലേ, നമുക്ക് ഏതായാലും വോട്ട് കൊടുത്തേക്കാം. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.